പ്രശാന്ത് കേട്ടോ, പാലക്കാട് ഇത്തവണ താമര വിരിയും എന്നുള്ള ഉറപ്പിലാണ് BJP-ക്കാർ. രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിൻ്റെ ഒരു വലിയ ഘടകമായി തന്നെ വിജയം പ്രതീക്ഷിച്ച് തന്നെയാണ് പ്രചരണങ്ങളൊക്കെ ആരംഭിച്ചത്. ഡോക്ടർ സരിൻ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് ബോധോദയം വന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM-നൊപ്പം ചേർന്ന് നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ BJP-ക്ക് ഒരു അടിത്തറയുള്ള മണ്ഡലമാണ് പാലക്കാട്. ഒരു കാര്യം കൂടി പറയാനുണ്ട് അതിനകത്ത്. PV അൻവറും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്. DMK. അങ്ങനെ 4 പേര് പ്രധാനമായിട്ടും ലൈവായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ ഇതിനകത്ത് നിന്ന് 4 പാർട്ടികളിൽ നിന്നായിട്ട് മത്സരിക്കുന്നു. അവിടെ ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് അത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. മിക്കവാറും നിൽക്കുകയാണ് എങ്കിൽ വലിയൊരു വോട്ട് ശതമാനം അവർക്ക് ലഭിക്കും എന്ന് കരുതുന്നുണ്ടോ? എന്നാലല്ലേ അതിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറയാൻ 2000-ഓ 3000-ഓ വോട്ട് പിടിച്ചാൽ പോലും അത് വലിയ തോതിൽ അത് അവിടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് BJP-ക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ C. കൃഷ്ണകുമാർ വലിയ രീതിയിലുള്ള വികസനങ്ങൾ, കേന്ദ്ര ഫണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ആൾ കൂടിയാണ് C. കൃഷ്ണകുമാർ പാലക്കാട്. അപ്പോൾ ഈ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അൻവറിനെയും സരിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് BJP-യുടെ ഒരു തേരോട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും? അഥവാ BJP ജയിച്ചാൽ EVM-നെ കുറ്റം പറഞ്ഞുകൊണ്ട് കോൺഗ്രസും ചില ഇടതുപക്ഷ മാധ്യമങ്ങൾ രംഗത്തെത്താനും സാധ്യതയുണ്ട്. എങ്കിലും എന്താണ് BJP അവിടെ താമര വിരിയാനുള്ള സാധ്യതകളൊക്കെ? EVM-നെ കുറ്റം പറയുന്നത് സ്വാഭാവികമല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ പ്രതീക്ഷിക്കാം. അവര് ജയിച്ചാൽ ജനാധിപത്യം, BJP ജയിച്ചാൽ അവര് തോറ്റാൽ EVM അട്ടിമറി. ഈ നമ്മൾ പാലക്കാടിനെ കുറിച്ച്, ആ നിയോജക മണ്ഡലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അവിടെ പറഞ്ഞു BJP-ക്ക് അടിത്തറയുണ്ട്. BJP-ക്ക് മാത്രമല്ല, അവിടെ കോൺഗ്രസിനും ഒരു അടിത്തറയുണ്ട്. കോൺഗ്രസും ഒട്ടും മോശമല്ല. കോൺഗ്രസിൻ്റെ MLA ആണ് കഴിഞ്ഞ നമുക്കറിയാമല്ലോ 2-3 തവണയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2006 മുതൽ 2006 ഷാഫി പറമ്പിൽ ജയിച്ചു, 2011 ജയിച്ചു, 2016 ജയിച്ചു, ഇങ്ങനെ പോവുകയാണ് അവർ. എൻ്റെ ഓർമ്മ ശരിയാണ് 2006 2011 എന്തായാലും ആ ഒരു കാലയളവ് തൊട്ട് ഷാഫി പറമ്പിൽ അവിടെ MLA ആണ്. കോൺഗ്രസ്സിന് അടിത്തറയുള്ള മണ്ഡലമാണ് എന്ന് വെച്ചാൽ അവിടെ ഇടതുപക്ഷം ജയിക്കാതിരുന്നിട്ടില്ല, ഇടതുപക്ഷവും ജയിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ BJP ഇല്ലായിരുന്നു. പക്ഷെ നിലവിൽ ഇടതുപക്ഷം ഒരു തകർന്ന അവസ്ഥയിലല്ല. തകർന്ന അവസ്ഥയിലെന്നല്ല, ഇടതുപക്ഷം പിന്നാക്കമാണ്. ഇപ്പോൾ അവിടെ ഫൈറ്റ് നടക്കുന്നത്, പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് വാസ്തവത്തിൽ BJP-യും കോൺഗ്രസും തമ്മിലാണ്. രണ്ടുപേർക്കും കൃത്യമായ ഒരു ഇതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു, പിന്നെ വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 15 വർഷമായിട്ട് ഇടതുപക്ഷത്തിനും LDF-നും UDF-നും അവിടെ വോട്ട് കുറയുകയാണ്. പക്ഷേ BJP-ക്ക് ക്രമാനുഗതമായിട്ട് വോട്ട് വർദ്ധിക്കുന്നു. അതിൽ കഴിഞ്ഞ തവണ നമ്മുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന E. ശ്രീധരൻ സാറ് മത്സരിച്ചപ്പോൾ വല്ലാണ്ട് കൂടി ഇരിക്കട്ടെ. എങ്കിലും നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫൈറ്റ് നടക്കുന്നത് കോൺഗ്രസും BJP-യും തമ്മിലാണ്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും അത് ഈ സർക്കാരിൻ്റെ നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ഈ സർക്കാരിൻ്റെ വിധിയെഴുത്തായിരിക്കും. കാരണം ഈ സർക്കാരിനോട് ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് അവർ സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നായിരിക്കും തിരഞ്ഞെടുപ്പ്. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷം അവിടെ പിന്നോട്ടാണ്. അങ്ങനെ ഇരിക്കെ മത്സരം BJP-യും കോൺഗ്രസും തമ്മിലാണ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇവർ തമ്മിലുള്ള മത്സരത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത്? ഇവർ തമ്മിലുള്ള മത്സരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇടതുപക്ഷം വലിയ തോതിൽ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. UDF-നും അവിടെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വിജയിച്ചത് 3859 വോട്ടിൻ്റെയോ മറ്റോ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ അതേസമയം BJP അതിനു മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% വോട്ട് വർദ്ധിപ്പിച്ചു. അതിന് മുമ്പ് ഏതാണ്ട് 16,700 ചില്ലുവാന വോട്ടായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ അത് 3,859 ആയിട്ട് കുറഞ്ഞു. BJP-ക്ക് അതേസമയം ക്രമാനുഗതമായ വളർച്ചയുണ്ടായി 5%-ലധികം വോട്ട് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുകയാണ് BJP ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ
ഭരണവിരുദ്ധ തരംഗം, ഇടതുപക്ഷ സർക്കാരിനെതിരായ ഒരു തരംഗം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ലേ വരുള്ളൂ, അതിനല്ലേ സാധ്യത. പക്ഷെ നമ്മൾ കോൺഗ്രസിനെ എഴുതി തള്ളണ്ട, രണ്ട് കൂട്ടർക്കും അതിന്റെ ആനുകൂല്യം കിട്ടുമെന്ന് കരുതും. അതിലൊരു സംശയം, ഇപ്പൊ ഷാഫി പറമ്പിൽ അവിടുത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞു വന്നായിരുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തുകാരനല്ല, അവിടേക്ക് വന്ന് കയറിയ ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഭൂരിപക്ഷത്തിന്റെ ഗ്രാഫ് കുറഞ്ഞു വരികയും വോട്ട് വിഹിതത്തിന്റെ ഗ്രാഫിൽ ബി ജെ പിക്ക് ഉയർച്ച ഉണ്ടാവുകയും ഈ സി കൃഷ്ണകുമാർ അവിടുത്തെ പാലക്കാട്ടുകാരുടെ പ്രിയങ്കരനായ നേതാവും അപ്പോ അതുകൊണ്ട് പാലക്കാടുകാരനാണെങ്കിലും പ്രിയങ്കരനും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്കുള്ള വിജയ സാധ്യത വളരെ കൂടുതലാണെന്ന് കരുതാം. ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം അനുകൂല ഘടകങ്ങൾ. പക്ഷെ അപ്പൊ എനിക്ക് മറ്റൊരു സംശയം കൂടി ഉള്ളത്, ഇപ്പോൾ ഈ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 3 മുന്നണിയുടെയും പ്രചരണ ജാഥകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ UDF-ന്റെയും സരിന്റെയും ഡോക്ടർ പി സരിന്റെയും പ്രകടന ജാഥകൾ വളരെയധികം ആരവത്തോടെയും വളരെ ആഘോഷപൂർവ്വമായിരുന്നു. പക്ഷെ ബി ജെ പിയുടേതിൽ അത്രയധികം ഒരു ആവേശമില്ലായിരുന്നു, ജനപ്രാതിനിധ്യം കുറവായിരുന്നു എന്നെല്ലാം വാർത്തകളിൽ കണ്ടായിരുന്നു. അപ്പം സജീവമാണോ സൂചിപ്പിക്കുന്നത്? അല്ല, അത് നമ്മുടെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും പറയുന്നത് ഈ കാര്യത്തിൽ മുഖവിലക്കെടുക്കാനാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദൃശ്യമാധ്യമങ്ങളിലെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് CPM-നൊരു, ഇപ്പോൾ CPM ആണ് അവിടെ മത്സരിക്കുന്നത്, CPM-ന് പ്രത്യേകിച്ചും ഒരു ശക്തമായൊരു PR സംവിധാനം ഈ കാര്യത്തിലുണ്ട്. അവരില്ലെന്നൊക്കെ അവർ പറയും, എനിക്കൊരു PR-ഉം ഇല്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും പകൽ പോലെ വ്യക്തമാണിതെല്ലാം. അപ്പോൾ ആ PR ഏജൻസിയുടെ ഇൻഫ്ലുവൻസാണ് ഈ കാര്യത്തിൽ വരുന്നത്. BJP ഈ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ആൾക്കൂട്ടം വോട്ടാകില്ല. കാരണം ആൾക്കൂട്ടം അടുത്ത മണ്ഡലങ്ങളിൽ നിന്നുകൂടെയുള്ള പ്രവർത്തകരാണ് വരുന്നതെങ്കിലോ ഈ ആവേശം കാണിക്കാൻ, അല്ലേ? വോട്ട് ചെയ്യുന്നവരാണ് ഈ ആവേശമായിട്ട് വരുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. വോട്ടർമാരും അതിനകത്തുണ്ടാകാം. എനിക്കിതിനകത്ത് പറയാനുള്ളത്, ആൾക്കൂട്ടം വോട്ടായി മാറില്ല. ഒരു പക്ഷേ ഈ ആളോ ആരവോ എല്ലാം ആ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെയാണോ, പ്രവർത്തകർ തന്നെയാണോ, ഇതിൽ എത്ര പേർക്ക് വോട്ടുണ്ട്, ഇതൊന്നും നമുക്ക് വ്യക്തമല്ല. വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു, അത് മണ്ഡലത്തിലൊരു ഇളക്കം ഉണ്ടാക്കും, ജനങ്ങളിലൊരു വോട്ടർമാരിലൊരു തോന്നലുണ്ടാക്കും. ഇയാൾ ഒരു പക്ഷേ ജയിച്ചേക്കും. ആ ഇളക്കത്തിന് ജനങ്ങളിൽ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഒരു വിഭാഗം ഉണ്ടാവില്ല ജയിക്കുന്നതിന് വോട്ട് ചെയ്യാൻ. അതുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, BJPയുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഹരിയാനയിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ബഹളത്തിനൊന്നും പോവാതെ ഒരുപാട് നിശബ്ദമായിട്ട് ഒരുപാട് കുടുംബയോഗങ്ങൾ നടത്തി. അതിനകത്തെല്ലാം ധാരാളം ആൾക്കാർ കാരണം നേരിട്ട് സമ്പർക്കമാണ്. ഒരു 10 കുടുംബങ്ങളെ ഒരുമിച്ച് വിളിച്ചിരുത്തി അവരോട് സംസാരിച്ച് അങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത്, അവരെ പറഞ്ഞ് നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരുന്നു, BJPയുടെ വശത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്തത്. അതവിടെ ഫലം കണ്ടു, BJPക്ക് അത് ഗുണം ചെയ്തു. അത് ഹരിയാനയിലെ കാര്യം. ഇപ്പോൾ ഇവിടെയും BJP കുടുംബയോഗങ്ങളിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഒരു പ്രധാന ഘടകമാണ്. ആ മുനിസിപ്പാലിറ്റി ഇപ്പം ഭരിക്കുന്നത് BJP-യാണ്. 52-ൽ 28 സീറ്റുകളോടുകൂടി 3 പഞ്ചായത്തുകൾ എക്സ്ട്രാ ആയിട്ടുണ്ട് അടുത്ത്. അത് കണ്ണാടി, മാത്തൂർ തുടങ്ങി 3 പഞ്ചായത്തുകളാണ്. അവിടെ കോൺഗ്രസ്സിനാണ് ഒരു മേൽക്കൈ. അവിടെ BJP ഇല്ലെന്നല്ല, കോൺഗ്രസ്സിനാണ് മേൽക്കൈ. ഇടതുപക്ഷത്തിനും അത്യാവശ്യം സ്വാധീനമുണ്ട്. അപ്പോൾ ഈ അതേസമയം മുനിസിപ്പാലിറ്റിയിൽ BJP കഴിഞ്ഞാൽ സ്വാധീനം കോൺഗ്രസ്സിനാണ്. ഇടതുപക്ഷത്തിന് സീറ്റ് വളരെ കുറവാണ്, എന്തോ 6-7 സീറ്റുകളെ അവിടെ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ നമ്മൾ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് വ്യക്തം. 2, ഈ ഭരണവിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും അവിടെ ഈ പറഞ്ഞതുപോലെ പ്രതിഫലിക്കുന്നത് BJPക്ക് അനുകൂലമായിട്ട് വരാനല്ലേ സാധ്യത. പ്രത്യേകിച്ചും പ്രദേശവാസിയായ ഒരാൾ മത്സരിക്കുന്നു, ഇപ്പുറത്ത് കോൺഗ്രസ്സിൽ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമാവും. കാരണം ഈ പ്രാദേശികവാദം കേരളത്തിൽ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ചും പല മണ്ഡലങ്ങളിൽ, ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും
ആ പ്രദേശത്തു നിന്നുള്ളൊരു നേതാവിനെ നിർത്താൻ ഈ BJPയുടെ ഒരു സ്ട്രാറ്റജി തന്നെ അതായിരുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ, അതുപോലെ ആലത്തൂര് ഒക്കെ ഹരിയാനയിൽ അവരതല്ലേ ആ പ്രദേശത്തുനിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെയുള്ള ഒരാളെ മത്സരിപ്പിക്കാൻ പരിശ്രമിച്ചു, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ നിന്നൊരാളെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചു. അതൊക്കെ BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ഇവിടെയും BJP ആ സ്ട്രാറ്റജി പുറത്തെടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതണം. BJPക്ക് ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ BJP 100% ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ പറയും പോലെ പ്രാഥമിക വിലയിരുത്തലുകളിൽ BJPക്ക് ഒരു സാധ്യത കാണുന്നു. പൊതുവെ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാരും BJP വിരുദ്ധരാണ് എന്നാണ് പറയാറ്. എന്ത് വന്നാലും BJP ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയും. ഇനി മുഖ്യമന്ത്രിക്ക് RSS ബന്ധമുണ്ടെന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇടതുപക്ഷം BJP ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ ഒരു അട്ടിമറി നടക്കുന്നതായി പറഞ്ഞു കേൾക്കാറുണ്ട്. BJP ജയിച്ചേക്കാമോ എന്നുള്ള ഒരു ആശങ്കയിൽ ഇടതു വോട്ടുകൾ നേരെ UDF-ലേക്ക് പോകുന്ന ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിന് സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാവുന്നതല്ല. ഈ പറഞ്ഞതുപോലെ BJP വളരെ തന്ത്രപൂർവ്വം തന്നെ അതിനെ നേരിടാൻ BJPയും തയ്യാറായിരിക്കണം. ഈ പറഞ്ഞതുപോലെ കാരണം ഇടതുപക്ഷത്തിന് ഒരു തോൽവി മണത്ത് കഴിഞ്ഞാൽ അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. മുമ്പ് പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും.